ഓം ശാന്തി. മസ്തക സിംഹാസനത്തിൽ വിരാജമാനായ ഞാൻ ഒരു ജ്യോതിബിന്ദു ആത്മാവാണ്. ഈ സ്ഥൂല ശരീരത്തിലിരുന്നു കൊണ്ടും ദേഹത്തിൽ നിന്നും ഭിന്നമായി ദേഹബോധത്തിൽ നിന്നും ദേഹ അഭിമാനത്തിൽ നിന്നും മുക്തമാകുന്നു. ഞാൻ ഓരോ കർമ്മവും ദേഹി അഭിമാനി സ്ഥിതിയിൽ ചെയ്യുന്നു. നിസ്വാർത്ഥ ഭാവത്തിലൂടെ സേവാഭാവത്തിലൂടെ ചെയ്യുന്നു. സർവ ആത്മാക്കളുടെയും സഹയോഗിയാകുന്നു. ദേഹി അഭിമാനിയായി ഒരു ബാബയുടെ ഓർമ്മയിൽ ചെയ്ത ഓരോ കർമ്മവും പുണ്യകർമ്മമാണ്. ഞാൻ എൻ്റെ ശരീരവും മനസ്സും ധനവും സമയവും സങ്കല്പവും ശ്വാസവും ബാബയുടെ രുദ്രജ്ഞാനയജ്ഞത്തിൽ സ്വാഹ ചെയ്യുന്നു. സന്തോഷത്തോടെ സർവ്വതും ഒരു ബാബയ്ക്ക് അർപ്പണം ചെയ്യുന്നു. ഏതാഗ്രഹത്തിൽ നിന്നും ദൂരെയാകുന്നു. സദാ ഒരു ബാബയുടെ ശ്രീമതമനുസരിച്ച് പുണ്യകർമ്മം ചെയ്യുന്നു. മനസ്സാ സർവാത്മാക്കൾക്കും ശക്തിയുടെ ദാനം ചെയ്യുന്നു. വാണിയിലൂടെ സദാ ജ്ഞാനദാനം ചെയ്യുന്നു. എൻ്റെ ശ്രേഷ്ഠ കർമ്മത്തിലും നടപ്പിലും വ്യവഹാരത്തിലും സർവ ആത്മാക്കൾക്കും ഗുണദാനം ചെയ്യുന്നു. എൻ്റെ സർവ്വതും സേവയിൽ അർപ്പണം ചെയ്യുന്ന ഗുപ്തദാനി പുണ്യാത്മാവാണ് ഞാൻ. ഏത് സേവയാണെങ്കിലും വിശ്വകല്യാണത്തിലേക്ക് സമർപ്പിക്കുന്നു. സങ്കല്പത്തിൽ പോലും എൻ്റേത് എന്ന ആഗ്രഹമില്ല. ഗുപ്തസേവാധാരിയായി സത്യസേവാധാരിയായി വിശ്വകല്യാണ കാര്യത്തിൽ തത്പരനായിരിക്കുന്നു. എൻ്റെ പുണ്യകർമ്മത്തിലൂടെ അനേകാത്മാക്കളുടെ ഹൃദയത്തിൽ നിന്നും ആശീർവാദങ്ങൾ നേടുന്നു. ഞാൻ പുണ്യാത്മാ ഈശ്വരീയ സേവയിലൂടെ സന്തോഷത്തിൽ ഭർപൂറാകുന്നു. സന്തോഷത്തിൻ്റെ മുഖത്തിലൂടെ മറ്റുള്ളവരെയും ആശീർവാദങ്ങളുടെ അനുഭവം ചെയ്യിക്കുന്നു. മുഖത്തിൽ സദാ പ്രസന്നതയുടെ തിളക്കം കാണുന്നു. ഞാൻ പുണ്യാത്മാ അഭിമാനത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും വേറിട്ട് ചിന്തയില്ലാത്ത ചക്രവർത്തിയാകുന്നു. എൻ്റെ പുണ്യത്തിലൂടെ സർവ കോളിളക്കത്തെയും സമാപ്തം ചെയ്ത് ഓരോ സങ്കല്പത്തെയും കർമ്മത്തെയും സഫലമാക്കുന്നു. പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിച്ച് വ്യർത്ഥത്തെ സമാപ്തമാക്കുന്നു. ഈ കല്യാണകാരി പുരുഷോത്തമ
സംഗമയുഗത്തിൽ പുണ്യത്തിന്റെ കണക്ക് ശേഖരിച്ച് ഞാൻ ദേവതാത്മാവായിത്തീരുന്നു. ഭാവിയിലെ വിശ്വരാജ്യ സിംഹാസനധാരിയാകുന്നു. പുണ്യാത്മാവായി മാറുന്നതിന് വേണ്ടി ഞാൻ നല്ല കർമ്മം ചെയ്യുന്നു. എല്ലാ സേവനങ്ങളും ചെയ്യുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. ഞാൻ വികാരി ദൃഷ്ടിയെ നിർവികാരിയാക്കുന്ന പരിശ്രമം ചെയ്യുന്നു. ആത്മായ ദൃഷ്ടിയിലൂടെ നോക്കി കണ്ണുകളെ നിർവികാരിയാക്കി മാറ്റുന്നു. ഞാൻ ആത്മാവാണെന്ന അഭ്യാസമുറപ്പിക്കുന്നു. ഈ പരിശ്രമത്തിലൂടെ ജന്മജന്മാന്തരങ്ങൾക്കായി കോടിപതിയായി മാറും. എല്ലാവരുടെയും പരിധിയില്ലാത്ത അച്ഛനും രചയിതാവും ഒരു ശുഭാബയാണ്. ഞാൻ പുരുഷാർത്ഥം നല്ല രീതിയിൽ ചെയ്യുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യും. ഞാൻ എൻ്റെ ഉന്നതിക്കായി ചാർട്ട് വെക്കുന്നു. യജ്ഞത്തെ സംരക്ഷിക്കുന്നവരുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുന്നു. ഞാൻ എല്ലാ ആശകളെയും ഉപേക്ഷിക്കുന്നു. ഞാനിപ്പോൾ പൂജ്യാത്മാവായി മാറുകയാണ്. ബാബ വന്നിരിക്കുകയാണ് രാത്രിയിൽ നിന്നും പകലാക്കി മാറ്റാൻ. ബാബയുടെ ഓർമ്മയിലൂടെ ശേഖരണമുണ്ടാക്കുന്നു, പാപമില്ലാതാക്കുന്നു. ഞാൻ ജന്മജന്മാന്തരത്തിലേക്ക് വേണ്ടി കോടിപതിയാകുന്നു. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്തെടുക്കുന്ന സമയമാണിത്. പുതിയ ലോകത്തിനു വേണ്ടി ഞാൻ തന്നെയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. മനുഷ്യർ ഈ ലോകത്തിലേക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നു, ദാനപുണ്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ നമ്മളുടേത് 21 ജന്മത്തിൻ്റെതാണ്. ജ്ഞാനിത്വ ആത്മാവിനെയാണ് നമ്പർ 1 എന്ന് പറയുന്നത്. ഞാൻ മനുഷ്യരിൽ നിന്നും ദേവത, നരനിൽ നിന്നും നാരായണനായി മാറുന്നു. ഇതാണ് അമരകഥ, 3ാമത്തെ നേത്രത്തിൻ്റെ കഥ. ഭഗവാൻ ഒന്നാണ്. അവരിൽ നിന്നും മുക്തിധാമത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. ഈശ്വരീയ ലോട്ടറി പ്രാപ്തമാകുന്നതിനു വേണ്ടി ആത്മീയ സേവനത്തിൽ മുഴുകണം. ജ്ഞാനം ധാരണ ചെയ്ത് മറ്റുള്ളവരെ ചെയ്യിപ്പിച്ചു കൊടുക്കണം. ഏത് കർമ്മവും ഓർമ്മയിലിരുന്ന് ചെയ്ത് ഞാൻ നല്ല മാർക്ക് നേടുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. മായയെയും പ്രകൃതിയെയും ദാസിയാക്കി മാറ്റുന്ന സദാ സ്നേഹിയായി ഭവിക്കൂ. സ്നേഹി ആത്മാക്കളുടെ ഓരോ സങ്കല്പവും സമയവും സേവനത്തിനു വേണ്ടിയായിരിക്കണം. സ്നേഹി ആത്മാക്കൾക്ക് ഒരു ബാബ, മറ്റാരുമില്ല. ബാബ തന്നെയാണ് ലോകം. സങ്കല്പത്തിൽ പോലും അധീനമാകില്ല. നോളജ്ഫുൾ ആകൂ എങ്കിൽ സമസ്യകൾ പോലും മാനസികോല്ലാസം തരുന്ന കളിയുടെ അനുഭവമുണ്ടാകും. ഓം ശാന്തി.